എനിക്ക് എല്ലാവരും പറയാനുള്ളത് ഇ ഡി അതിൻ്റെ തെറ്റുകാരൻ ഇ ഡി ആണെങ്കിൽ ഇ ഡി കാശ് കൊടുത്ത് ഒതുക്കുന്നത്. നമ്മൾ നാട്ടിൽ എന്തും നടക്കും കാശുണ്ടെങ്കിൽ. പെൺകുട്ടിയെ റേപ്പ് ചെയ്താലും കുഴപ്പമില്ല, കൊന്നാലും കുഴപ്പമില്ല, തല്ലി കൊന്നാലും കുഴപ്പമില്ല, കാശിന് എന്തും നടക്കുമല്ലോ. അത് എടുത്ത് മാറ്റണം. ഇപ്പം പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്നാലും കാശ് ഉണ്ടെങ്കിൽ എന്ത് വെച്ചെറിയല്ലോ, എടുത്തെറിയല്ലോ. ആർക്ക് വേണമെങ്കിൽ പിണറായി വിജയനോ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ അമിത്ഷാക്കോ യോഗിക്കോ ആർക്ക് വേണമെങ്കിൽ സുരേഷ് ഗോപിക്കോ അല്ലെങ്കിൽ മുരളീധരനോ ആർക്ക് വേണമെങ്കിൽ കാശ് എടുത്ത് കഴിഞ്ഞാൽ എന്ത് വേണം നടത്താമല്ലോ നമുക്ക് നാട്ടിൽ. ഇത് എടുത്ത് കളഞ്ഞേ പറ്റൂ. ആൾക്കാർക്ക് ജീവിക്കേണ്ടത് നല്ലൊരു മനുഷ്യനെ. ഡോക്ടർ റോയ്, സിജെ റോയ് എന്തിനാ ഇങ്ങനെ കൊല്ലിച്ചത്? ഇ ഡി ആയിക്കോട്ടെ, ഐ ടി ആയിക്കോട്ടെ, എന്ത് ഐ ടി ആയാലും എന്ത് ഇ ഡി ആയാലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു മനുഷ്യന്മാരല്ലേ, നല്ലൊരു മനുഷ്യൻ. എത്ര പാവങ്ങൾ സഹായിക്കുന്ന ഒരാളാണ്. ആളെങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എത്ര ബന്ധങ്ങളുണ്ട്, പിടിപാടുള്ള ആളാണ്. ഇങ്ങനെ ആളെ കൊല്ലിച്ച് ഭയങ്കര മോശമായിട്ടാണ് നമ്മുടെ നാട്ടിൽ ബിസിനസ് ചെയ്യാൻ സമ്മതിക്കില്ല. ഇപ്പോൾ യൂസഫ് അലി അടക്കം പറഞ്ഞ് കേട്ടന് നമ്മുടെ കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന്. എത്ര വലിയ കേരളത്തിൽ നമ്പർ പറഞ്ഞാൽ യൂസഫ് അലി അടക്കം പറയാണ് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ സമ്മതിക്കില്ല കേരളത്തിൽ. നമ്മൾ കേരളത്തിൽ നന്നാവേണ്ടത്. ഇത് നമ്മുടെ നാട്ടിലേക്ക് ജോലി വേണ്ടേ? നമ്മുടെ നാട്ടിലേക്ക് കേരളത്തിലേക്ക് ജീവിക്കണ്ടേ? ഇത് കൈയിട്ട് വരാൻ ആൾക്കാരെ കൊല്ലിക്കുക, കൈക്കൂലി തന്നില്ലെങ്കിൽ കൊല്ലുക, അല്ലെങ്കിൽ ആക്രമിക്കുക, വീട്ടിൽ കയറി ആക്രമിക്കുക, അല്ലെങ്കിൽ ഇ ഡിയും വിട്ടും അല്ലെങ്കിൽ ഐ ടിയും വിട്ടും ആൾക്കാരെ കൊല്ലിക്കുക. എന്ത് നാടിത്? അള്ളാഹെ തന്നെ ഈ ലോകം അവസാനിക്കട്ടുള്ള, പെട്ടെന്ന് അവസാനിക്കട്ടുള്ള. ഈ ലോകം പെട്ടെന്ന് അവസാനിക്കട്ടുള്ള. ജീവിതം മടുത്ത് ഈ ലോകം അവസാനിക്കട്ടുള്ള. പെട്ടെന്ന് സുനാമി വന്ന് കുറേ നായിൻ്റെ കള്ളും കഞ്ചാവും മയക്കുമെന്നും ഈ ഇ ഡിയരും ഐ ടിക്കാർക്ക് മരിച്ചു പോട്ടുള്ള. വിഷമം കൊണ്ട് പറയണത് സഹിക്കാൻ പറ്റരുത്. നിങ്ങൾ എന്ത് കാണിച്ചു വിട്ടു? ആൾക്കാരുടെ ജീവിതം പോയി. നല്ലൊരു മനുഷ്യനായിരുന്നു. എത്ര പാവങ്ങളെ സഹായിക്കുന്ന ഒരാളാ. സഹിക്കാൻ പറ്റാത്തതിന് പറയണ എങ്ങനെ? അത് സുനാമി വന്ന് മേടിക്കേണ്ട ആൾക്കാർ ഈ കുറേ നായിൻ്റെ മക്കള്. ഭയങ്കര സങ്കടമാണ് അത് പറയണത്. നിങ്ങൾ പറഞ്ഞ് ഒന്ന് വിചാരിക്കുക, ഒന്ന് മനസ്സിൽ വെക്കരുത്. നിങ്ങൾ എത്ര ആൾക്കാർ കൊല്ലിക്കുക? നിങ്ങൾ എന്തത് കാണിച്ചു വിട്ടു? ഞാൻ നിർത്തണേ.